യൂറോപ്പ് പോയിട്ട് ജോലി ചെയ്യാൻ ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രീം നിങ്ങൾ വിട്ടുകളയാൻ നിൽക്കുകയാണോ? എന്നാൽ ഞാനൊരു ഫാക്ട് പറയാം. ലക്സംബർഗ് ഇപ്പോൾ ഫാക്ടറി വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് സാലറി, ഇവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് 2500 യൂറോ വരെ. അതായത് ഇപ്പോൾ ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2,70,000 സംതിങ് രൂപ വരെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വിസ സ്പോൺസർഷിപ്പും ഏറ്റെടുത്തിട്ടാണ് ഇത്തരം വർക്കേഴ്സിനെ, ഇത്തരം നോൺ യു കൺട്രീസിലെ വർക്കേഴ്സിനെ ഇവർ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇവർക്ക് കൊടുക്കുന്ന ജോബ് എന്ന് പറയുന്നതും അൺസ്കിൽഡ് ജോബുകളാണ്. ഈ ഒരു യൂറോപ്പത്തെ റിച്ചസ്റ്റ് കൺട്രീസിന്റെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലക്സംബർഗ് എന്ന് പറയുന്നത് ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു രാജ്യമാണ്. അതായത് വളരെ സ്മാൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിലും സാലറീസിന്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യം. ഇപ്പോൾ ഇങ്ങനെ വാട്ടർ പാക്കിംഗ് ഫാക്ടറികളിലേക്ക് ഒരുപാട് ഫോറിൻ വർക്കേഴ്സിനെ ഈ ഒരു ലക്സംബർഗിലുള്ള പല കമ്പനീസും പല എംപ്ലോയേഴ്സും വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ജോബ് റോൾ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ പാക്കിങ് അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിലിംഗ് ഫാക്ടറി വർക്കർ ജോബുകളാണ്. നമുക്കവിടെ വരുന്ന വർക്കുകൾ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലിൽ ഈ ഒരു വാട്ടർ ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ ലേബിൾ ചെയ്യുക, കാർട്ടൺ പാക്കിംഗ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽസ് മെഷീനിൽ ഫീഡ് ചെയ്യുക, ക്വാളിറ്റി ചെക്കിങ് നടത്തുക, ഈ ഒരു ലോഡിങ്, അൺലോഡിങ്, പെല്ലറ്റ് വർക്ക്, ഇങ്ങനെയുള്ള ജോബുകളായിരിക്കും ഉണ്ടാകുക. ഓക്കെ, സോ ഒരു ഫാക്ടറി ജോബുകളായിരിക്കും, സിമ്പിൾ ജോബുകളായിരിക്കും, സിമ്പിൾ ഫാക്ടറി ബേസ്ഡ് വർക്കുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി ഇങ്ങനെ പോണ വർക്കേഴ്സിന് കിട്ടുന്ന സാലറിയും ബെനിഫിറ്റും നമുക്ക് നോക്കി നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു 2000 to 2500 യൂറോ വരെയാണ് പെർ മന്ത് ആയിട്ട് ഇവർ സാലറി ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 2500 യൂറോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം 2,78,277 രൂപയാണ് കറൻറ്റ്ലി റേറ്റ് വെച്ചിട്ട് ഇന്ത്യൻ മണിയിൽ വരുന്നത്. സോ നല്ലൊരു സാലറി തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് OT നമുക്ക് അവൈലബിൾ ആണ്. ഓവർ ടൈം നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ഇവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫ്രീ അക്കോമഡേഷൻ സപ്പോർട്ട് നമുക്ക് തരുന്നതായിരിക്കും. ഹെൽത്ത് ഇൻഷുറൻസ്, പെയ്ഡ് ലീവുകൾ, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ളതൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു ലക്സംബർഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, നമുക്ക് ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും ഫ്രീ ആണ് അവിടെ. ഓക്കെ, ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയം ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഫ്രഷേഴ്സിനും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോ എക്സ്പീരിയൻസ് റിക്വയർഡ്, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ട്രെയിനിങ് ഫുള്ള് കമ്പനി നൽകുന്നു പറയുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ചോ അല്ലെങ്കിൽ ജർമ്മനോ അറിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 45 വയസ്സ് വരെ ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ഈ ഒരു യൂറോപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് നമുക്ക് റിയൽ ആണ്. റാൻഡം ആയിട്ട് ഈ ഒരു ഏജൻസിനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കാംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സ്മാർട്ടായിട്ട് അപ്ലൈ ചെയ്യുക. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കറക്റ്റായിട്ടുള്ളൊരു CV ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് റൈറ്റ്ഫുൾ ആയിട്ടുള്ള കീവേഡ്സ് കൂടിയിട്ട്, അതായത് നമ്മൾ ഏത് ജോബിനാണോ നോക്കുന്നത് ആ ജോബിനനുസരിച്ചുള്ള കീവേഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഒരു കസ്റ്റമൈസ്ഡ് യൂറോപ്പാസിൻ്റെ CV നിങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കവർ ലെറ്ററും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയാണ്ട്, നമ്മുടെ ചാനലിൽ വരുന്ന ചില കമൻറ്റുകൾ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ബ്രോ എനിക്കൊരു +2 ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും ഒരുപാട് എനിക്ക് അറിയില്ല, സോ എനിക്ക് യൂറോപ്പ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. അതായത് കഴിഞ്ഞ വർഷം നമ്മളൊരു ബ്രോ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ സ്ലോവേനിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറാണ്. അതായത് അദ്ദേഹം അവിടെ ഒരു ഹെവി വീലർ, അതായത് ഈ ട്രക്ക് ഡ്രൈവറിൻ്റെ ജോബ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് വെറും 8ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. സോ അദ്ദേഹമായിട്ട് അന്ന് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് എന്നുള്ളതും അങ്ങനെ പല കാര്യങ്ങളും. സോ അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു ഏജൻസി വഴി പോയിട്ട് അദ്ദേഹത്തിൻ്റെ പണം എന്തോ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇതേപോലെ തന്നെ കുറേ അപ്ലൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെ നേടിയെടുത്ത ജോബാണ്. സോ ഒരിക്കലും നമ്മൾക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ ഇത്രത്തോളം നമ്മളുടെ പ്രൊഫൈൽ ഓക്കെ ആവണം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഞാനിത് പറയാൻ കാരണം ഇത്തരം കമൻറ്റ്സ് ഞാൻ കണ്ടുകൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു ഇമ്പോർട്ടൻ്റ് പ്രോസസ്സ് ഇവിടെ ഉണ്ട്. അതായത് നമുക്കവിടെ ജോബ് തരുന്ന ഈ ഒരു എംപ്ലോയർ ആദ്യം പ്രൂവ് ചെയ്യണം. അതായത് അവിടെ EU കാൻഡിഡേറ്റ്സിന് അവൈലബിൾ അല്ല എന്നുള്ളത് ഇവർ പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു നോൺ EU വർക്കേഴ്സിനെ ഹയർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടുള്ളൂ. സോ ഇത്തരം പെർമിഷൻ കിട്ടിയ വർക്കേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള എംപ്ലോയേഴ്സ് തന്നെയാവും. സോ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഈ ഒരു ജെന്യൂൻ ആയിട്ടുള്ള എംപ്ലോയേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കമ്പനീസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ ഒരുപാട് കമ്പനികൾ ജോബ് തരുന്ന, സ്പോൺസർഷിപ്പ് ജോബ് തരുന്ന കമ്പനീസ് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുക. ഞാൻ എന്തായാലും കുറച്ച് കമ്പനീസിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുക. അതായത് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ അതായത് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ചില കമ്പനീസ് എന്ന് പറയുന്നത് ഈ ഒരു ആമസോൺ, DHL, അതുപോലെ തന്നെ കിനെപ്ലസ് നഗൽ, ഗുഡിയർ, ആർസെലോമിറ്റൽ, ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസൊക്കെ അവിടെ സ്പോൺസർഷിപ്പ് ജോബ് കൊടുക്കുന്ന വലിയ വലിയ കമ്പനീസാണ്.
ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് റൈറ്റ്ഫുൾ ആയിട്ടുള്ള ജോബ് പോർട്ടൽസിൻ്റെ കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാം. അതായത് ആഡം ജോബ്സ്, യുഎസ് പോർട്ടൽ, ലിങ്ക്ഡ്ഇൻ, അതുപോലെ തന്നെ jobs.lu. ഈ ഒരു LU ജോബ്സ് ഒക്കെ ഈ ഒരു ലക്സംബർഗിൻ്റെ ഒരു ഒഫീഷ്യൽ ജോബ് പോർട്ടൽ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. പാക്കിംഗ് ജോബ്സ്, വിസ സ്പോൺസർഷിപ്പ്, ഫാക്ടറി വർക്കർ ലക്സംബർഗ്, ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. സോ ഇതാണ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കമ്പനീസിനെ, റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കമ്പനീസിനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ പോർട്ടൽ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഇനി എന്തായാലും ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നോക്കി വെക്കുക. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഗെറ്റ് എ ജോബ് ഓഫർ. ഇങ്ങനെ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ജോബ് ഓഫർ നേടിയെടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു എംപ്ലോയർ ഈ ഒരു വർക്ക് ഓതറൈസേഷന് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു DVSയ്ക്ക് അപ്ലൈ ചെയ്യണം. ദെൻ നമുക്ക് ലാസ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാവൽ ടു ലക്സംബർഗ്. ദെൻ നമുക്ക് ലക്സംബർഗിലേക്ക് എത്തിപ്പെടാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ നിങ്ങൾ റൈറ്റ്ഫുൾ ആയിട്ടുള്ള CV ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഫ്രീ ആയിട്ട് യൂറോപാസിൻ്റെ CVയും കവർ ലെറ്ററും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയാണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, സോ ഈ ഒരു ഡിഗ്രി ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് യൂറോപ്പ് പോകാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ ഇതേപോലെ ഉണ്ട്. സോ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും എന്താണെന്നുള്ളത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഒരുപാട് ലക്സംബർഗിലുള്ള എംപ്ലോയീസ് നമ്മുടെ ചാനലും കാണാറുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന മലയാളീസ് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് റൈറ്റ്ഫുൾ ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ തരാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു കമൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യണവരെയും ഹെൽപ്പ് ചെയ്യുക. സോ എപ്പോഴും അങ്ങനെ ചെയ്യുക. എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.